Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? ലെറ്റ്സ് സീ. കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കും അതിന് വേണ്ടതായിട്ടുള്ള ഒരു പ്രയോറിറ്റി അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു സമയമാണ്. ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ്. സോ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണൽ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അത് നിങ്ങളുടെ ബാക്കിയുള്ള ഏരിയാസ് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബാക്കിയുള്ള ഏരിയാസിൽ എഫക്ട് ചെയ്യാതെ നോക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു പവറിൽ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ തന്നെ കഴിവിനെ, നിങ്ങൾ ഇത്ര കാലം ഓവർകം ചെയ്ത് വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മേലെ തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവുന്ന സമയത്ത്, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പോയിട്ടുള്ള പിന്നിട്ട വഴികളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്തെടുക്കുക. കാരണം ഇതിനെക്കാട്ടും വലിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരുന്നതോ ആയിട്ടുള്ള പല കാര്യങ്ങളും, നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലൈഫിനോടുള്ള ഒരു പാഷനാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക. കാരണം എന്തൊക്കെയൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയൊരു സിറ്റുവേഷൻ നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു എക്സ്ട്രാ അറ്റൻഷൻ ഒക്കെ വേണ്ട ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾ സ്വയം ഡൗട്ട് ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും ന്യൂസ്, വാർത്ത കേൾക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടായിരിക്കാം, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും പുതിയ കമ്മിറ്റ്മെന്റ്, ഏതെങ്കിലും ഫീൽഡിൽ നിങ്ങൾ പുതിയ കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതായിരിക്കാം. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോബിൽ എന്തെങ്കിലും പുതിയൊരു ജോബ് പ്രപ്പോസൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. സോ എന്തെങ്കിലും ഇതുപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന ലൈഫിലൊരു മേജർ ഇവന്റ്സ് ആയിട്ട് അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. കാരണം ഈ ഒരു സമയത്തൊക്കെ മേ ബി ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കണം സിറ്റുവേഷനെ. നിങ്ങളെ തന്നെ ഒരുപാട് ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, എസ്പെഷ്യലി ചില സാഹചര്യം നിങ്ങൾ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട് ഈ ഒരു ടൈം. ഓക്കെ, പക്ഷെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഇപ്പൊ എന്താണോ എസ്പെഷ്യലി നിങ്ങളുടെ ഇതാണ് ഒരു അവസ്ഥയെങ്കിൽ അത് ട്വിസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വളരെ സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യുക, വീണ്ടും ഒരു ഫ്ലോ ലൈഫിൽ ഉണ്ടാവുക, വീണ്ടും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുക. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഒരു യങ് ആയിട്ടുള്ള എനർജി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു കുട്ടിത്വം വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഫ്രഷ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് നിങ്ങൾക്ക് സ്വയം അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളായിട്ട് ചില തീരുമാനങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ടായിരിക്കും. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കണം. കാരണം ചില ആളുകൾ നിങ്ങളുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൂഡി ആയിട്ടുള്ള നേച്ചറോ ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഓവർകം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് പുതിയ എക്സ്പീരിയൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാലമായിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്നു, അവരുടെ ഒരു ആക്ഷനിൽ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഇമോഷൻസ് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡൗട്ട് ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ തന്നെ ഒരുപാട് ചില ആളുകൾക്ക് ചില പ്ലേസിൽ വന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ആയി പോയിട്ടുണ്ട്. നിങ്ങളുടെ മേലൊരു കോൺഫിഡൻസേ നിങ്ങൾക്ക് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങളെ തന്നെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അതിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പുതിയ ഇമോഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാവുന്ന ചില ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുതിയ ഇഷ്ടം ഉണ്ടാവുക, പുതിയൊരു ഫീലിങ്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അതൊക്കെ നല്ല രീതിയിലാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഓക്കെ, സോ വിഷ് കം ട്രൂ സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം വെരി സൂൺ, അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ള വാർത്ത കേൾക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു കൺഫർമേഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഓരോ ഏരിയാസിലായിരിക്കാം. ഓക്കെ, സോ അതും വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ഒട്ടും ഹോപ്പ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫാമിലി വരുന്ന സമയത്ത്, സ്നേഹം, ലവ് റിലേഷൻഷിപ്പ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതും വളരെ
സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിട്ട്, സ്പെഷ്യലി നിങ്ങളുടെ വീട്ടിൽ വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ ചില ബിലീഫ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ അത്ര കാലം വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ലൈഫ് തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ലൈഫ് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പുതിയ എക്സ്പീരിയൻസ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ഫാമിലിയിൽ വരുന്ന സമയത്തോ, നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ എന്ത് ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്, അതിന്റെ ഒരു ചാർജ് നിങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും വന്ന് അത് ഫിക്സ് ചെയ്യുന്നുള്ളത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് ചില ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ലോ സെൽഫ് എസ്റ്റീം ആണ്. ആത്മാഭിമാനം കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ട്, സെൽഫ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്തുകൊണ്ടാണോ നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. സന്തോഷമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. സെൽഫായിട്ട് നിങ്ങൾ കൂടുതൽ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. പുതിയ എക്സ്പീരിയൻസിലേക്ക് നിങ്ങളുടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ സ്ലോലി പുതിയ എക്സ്പീരിയൻസിലേക്ക് വരാൻ വില്ലിങ് ആവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ചില ആളുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള വളരെ പ്ലസന്റ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സാക്ട്ലി. സോ ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ലൈഫിന്റെ പങ്കായം നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് തുഴഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് ആണ്. കാരണം നിങ്ങൾ ചില കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് നിർത്തുന്ന ചില ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ മുന്നുള്ളതായിരിക്കാം, പുതുതായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആളുകളായിരിക്കാം. സോ അവരായിട്ട് വളരെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കോളേജ് ഫ്രണ്ട്സോ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളോ, നിങ്ങളുടെ കൂടെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആളുകളോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സഡൻ ആയിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അവര് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കുന്നുണ്ട്, ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് ചില ആഗ്രഹങ്ങൾ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത്, മേ ബി നിങ്ങൾ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് എന്തൊരു ബ്ലെസ്സിങ് പോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം, മറ്റേതെങ്കിലും ആഗ്രഹം റൈറ്റ് പ്ലേസിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതും ഇതുപോലത്തെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷമമായിട്ടുള്ളതോ നിങ്ങൾ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന സിറ്റുവേഷനോ ഒക്കെ ക്ലിയർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ഒരുപാട് ജഡ്ജ് ചെയ്യരുത്. അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പോസിബിലിറ്റി കാണാം. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഹിഡൻ ബ്ലെസ്സിങ്സ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം, പല പ്രാവശ്യം നിങ്ങൾക്ക് ഒരേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കണം, പല പ്രാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കൊരു ഹിഡൻ ബ്ലെസ്സിങ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് വെരി സൂൺ, കുറച്ച് ദിവസത്തിൽ തന്നെ, 1-2 ദിവസത്തിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 ഡേയ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ അൺഎക്സ്പെക്ടഡ്ലി നിങ്ങളുടെ ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കാം, ഒരു വീട്ടിൽ ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ചില ആളുകൾക്ക് വാട്ട് ഐ എം സീയിങ് ഈസ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ വേറെ പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൈൻഡ് ഓഫ് ഐ എം ഗോണ റിവീൽ ദ സീക്രറ്റ്. ചില ആളുകൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത്ര വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ കാണാൻ വരിക. ആൻഡ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക, ഫാമിലി ആയിട്ട് നിങ്ങൾ ഒരു കംപ്ലീഷൻ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ആരാണോ ഇല്ലാത്തത് അവര് ജോയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ്, വളരെ സന്തോഷമായിട്ടുള്ള എക്സ്പീരിയൻസ്, പുതിയ അനുഭവങ്ങൾ, ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ മിക്ക ആളുകൾക്കും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഒന്ന് ഡൗൺ ആയി പോയതുകൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയൊരു തോട്ട്സ് കാരണം നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ നല്ല രീതിയിൽ അത് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ സ്കില്ലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പഠിക്കാൻ വില്ലിങ് ആവുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും അതാണ്. നിങ്ങൾ നിങ്ങൾ എത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ വരിക. കാരണം ഇത് നിങ്ങളുടെ ഫോക്കസ് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് റൈറ്റ് ആയിട്ട് അലൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാരണം പല ആളുകളും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ആളുകളെയോ സിറ്റുവേഷനിലേക്കോ നിങ്ങൾ നോക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു
വലിയൊരു ചേഞ്ച് ആണ്. നിങ്ങൾ എങ്ങനെയൊക്കെ അലോ ചെയ്യുന്നുണ്ട് നിങ്ങൾ പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരാൻ. ഓക്കെ, അത് ചില ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ പുതിയ സ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ടാലന്റ് നിങ്ങൾ ഷാർപ്പൻ ചെയ്യുന്നതായിരിക്കാം, ചില ആളുകൾ നിങ്ങളുടെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കാം. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പുതിയ സ്കില്ല് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്, ഡിഫറെന്റ് മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ വളരെ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും കമ്മോൺ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കാം. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചോ, നിങ്ങളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ സംഭവിച്ചോ, മേ ബി ലൈക്ക് നിങ്ങൾ ജോബിന് എന്തെങ്കിലും പോയിട്ട് നിങ്ങൾ റിജക്ട് ആയിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ഞാൻ വേർത്ത് അല്ലേ, എനിക്ക് കഴിവില്ലേ, എനിക്ക് പറ്റില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ പവർ. ഓൾറൈറ്റ്, കാരണം ഹിഡൻ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, അത് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് പല ഏരിയാസിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ക്ലെയിം ഇറ്റ് ഇഫ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.